നട്ടുച്ചയ്ക്ക് തട്ടിക്കൊണ്ടുപോയി നേരം ഇരുട്ടു മുമ്പ് കണ്ടെത്തി. കാസർഗോഡ് നഗരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി യുവാവിനെ കണ്ടെത്തി. മേൽപ്പറമ്പ സ്വദേശി അനീഫയാണ് കർണാടക ഹാസനിൽ നിന്ന് കർണാടക പോലീസ് കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനവും ആന്ധ്ര സ്വദേശികളായ 4 പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. കേരള പോലീസിന് കൈമാറിയ പ്രതികളെ രാത്രിയോടെ കാസർഗോഡ് എത്തിക്കും. പിന്നിൽ കൊട്ടേഷനാണെന്നാണ് പോലീസിന്റെ നിഗമനം. അരുൺ പറക്കൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. അരുൺ, എന്തിനാണ് ഈ കൊട്ടേഷൻ, ആരുടെ കൊട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീളുന്നുണ്ടോ? ഏതെങ്കിലും വിവരം ഇത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? സുഹൈല്, ഗുഡ് ഈവനിങ്. സുഹൈല്, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നാണ് ഇന്ന് ഉച്ചയോടുകൂടി മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ 4 സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ചുവന്ന കാറുണ്ട്. ആ ചുവന്ന കാർ നിൽക്കുന്ന സ്ഥലത്താണ് ഈ തട്ടിക്കൊണ്ടുപോകാനെത്തിയ 4 സംഘം അവരുടെ കറുത്ത കളർ ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനുള്ള സ്കോർപിയോ പാർക്ക് ചെയ്തത്. എന്നിട്ട് തൊട്ടപ്പുറത്ത് ഒരു ഉടുപ്പി ഹോട്ടലുണ്ട്. ആ ഉടുപ്പി ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ദൃക്സാക്ഷി എന്ന് പറയുന്നത് ആ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. ഈ യുവാവ് ഹനീഫ മാസ്കൊക്കെ വെച്ച ഒരു അസ്വാഭാവികമായ രീതിയിലാണ് അവിടെ നിന്നിരുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. ഇതിൽ സാമ്പത്തിക ഇടപാടാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഇവർ ആദ്യമായല്ല, ഈ പോകാനെത്തിയ സംഘം ആദ്യമായല്ല കാസർഗോഡ് ജില്ലയിലേക്ക് എത്തുന്നത്. ഞാൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ, നാഷണൽ ഹൈവേയുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ, വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ കഴിഞ്ഞ 14-ാം തീയതി മുതൽ ഈ സംഘം നിരവധി തവണ കാസർഗോഡ് ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും മണിക്കൂറുകൾ നീണ്ട നാടകീയതയ്ക്കൊടുവിൽ ഈ പോലീസ് ഇവരെ പിടികൂടിയിട്ടുണ്ട്, ഈ സംഘത്തെ പിടികൂടിയിട്ടുണ്ട്. കർണാടകത്തിലെ ഹസനിൽ നിന്നാണ് ഈ സംഘത്തെ പിടികൂടിയിരിക്കുന്നത്. കേരള പോലീസ് കർണാടക പോലീസിന് നേരത്തെ തന്നെ വിവരം കൈമാറിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ പ്രതികളും യുവാവും വലയിലാവുന്നത്. അവരെ കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി കാസർഗോഡ് ജില്ലയിലേക്ക് ഈ സംഘത്തെ എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും എന്താണ് എന്ന കാര്യത്തിലൊരു വ്യക്തതയുണ്ടാവൂ. നാളെ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുഹൈൽ, അരുൺ പറക്കലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.